നമസ്തേ, വേബ്യമാസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. നടൻ ദിലീപ് ഇന്നലെ ശബരിമല ദർശനം നടത്തിയിരിക്കുന്നു. അതിലിപ്പോൾ എന്താ പുതുമാന്നല്ലേ? ദിലീപിന് VIP പരിഗണന കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ബഹളമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ശരിയാണ്. ശബരിമലയിൽ ദർശനത്തിന് പ്രത്യേകിച്ചും ഈ വൃശ്ചിക മാസത്തിൽ ഭയങ്കര ക്യൂ ആണ്. കാരണം അത്രയും തിരക്കാണ്. അത്രയും തിരക്കിൽ സ്ത്രീകളായാലും കുട്ടികളും, സ്ത്രീകൾ വയസ്സായവരാണല്ലോ പോവുക, അതുപോലെ തന്നെ കുട്ടികൾ, നല്ല തിരക്കുള്ള സമയത്ത് ക്യൂ അത്രയും നീളും. ചില സമയത്ത് മാങ്കൂട്ടം വരെയൊക്കെ ക്യൂ നിന്നിട്ടുണ്ടെന്നാണ് പറയണത്. ഞാൻ ശബരിമലയിൽ പോയിരുന്നു. ഞാൻ പോയത് ഈ പറഞ്ഞ പോലെ മാർച്ച് മാസത്തിലോ മറ്റോ ആണ് പോയത്. ആ സമയത്ത് തിരക്ക് കുറവായിരുന്നു. ഉത്സവമായിരുന്നു എന്നാൽ പോലും തിരക്ക് കുറവായിരുന്നു. ഈ വൃശ്ചിക മാസത്തിലാണ് ശബരിമലയിൽ ഏറ്റവും കൂടുതൽ തിരക്ക് തുടങ്ങുന്നത്. വൃശ്ചികം, ധനു, മകരം. അപ്പോൾ മകരവിളക്കിനും ഭയങ്കര തിരക്കാണ്. ഈ സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് മറ്റുള്ളവർ അറിയുന്ന ആൾക്കാരാണെങ്കിൽ, എന്നുവെച്ചാൽ കുറച്ച് സെലിബ്രിറ്റീസ് ആണെങ്കിൽ അവർ ആ സമയം കഴിയുന്നതും ഒഴിവാക്കുകയാണ് നല്ലത്. കാരണം എന്തായാലും നമ്മൾ സാധാരണ ജനങ്ങൾ ഭഗവാന്റെ മുമ്പിലാണ് നിൽക്കണത്, ഭഗവാന്റെ ദർശനത്തിനാണ് നിൽക്കണത്, നമ്മൾ അത്രയും ഒരു ഇതിലാണ് നിൽക്കണത്. എന്നാൽ പോലും ചിലർക്ക് മനസ്സിലേക്ക് ഒരു ചഞ്ചലത, ഓ ദാ ദിലീപാണ്, മോഹൻലാലാണ്. അതുപോലെ ഈ സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ അവരുടെ മനസ്സിലേക്ക് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. അവർ ദർശനത്തിന് ഇത്ര നേരം ക്യൂ നിന്ന് ബുദ്ധിമുട്ടിയത് പോലും അവരുടെ മനസ്സിലേക്ക് വരുന്നില്ല. കാരണം ഇവരെ കാണുന്ന സമയത്ത് അയ്യോ വേഗം തൊഴുത് ഇവരുടെ കൂടെ ഒന്ന് പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുമോ, എന്തെങ്കിലും കുശലം ചോദിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താ പറയുക, അതൊക്കെ ഒരു വലിയൊരു കാര്യമായിട്ടാണ് നമ്മൾ സാധാരണ ജനങ്ങൾ കാണുന്നത്. ഇവരെ ഒന്ന് കാണുക, ഇവരോട് കുറച്ച് സംസാരിക്കുക, അവരുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുക, ഇതുപോലെയൊക്കെയാണ് നമ്മൾ സാധാരണക്കാർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയണത്, ഇത്ര തിരക്കുള്ള സമയത്ത് ഈ സെലിബ്രിറ്റീസ് പോവാതിരിക്കുകയാണ് കഴിയണതും നല്ലത്. അവർ പോവുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ ക്യൂവിൽ നിൽക്കുന്നവർ മാത്രമല്ല. ഇപ്പോൾ ഈ ചാനലുകാരും അതുപോലെ തന്നെ ന്യൂസ് പേപ്പറുകാരെല്ലാം ഇനി പറയുന്നത് ദിലീപിന് VIP പരിഗണന കിട്ടി, ദിലീപിൻ്റെ കൂടെയുള്ളവർക്ക് VIP പരിഗണന കിട്ടി, പക്ഷേ സ്ത്രീകളും കുട്ടികളും വളരെയധികം ബുദ്ധിമുട്ടി എന്നൊക്കെയാണ് ഇവർ പറയണത്. ഒന്നാമത് ഈ ഹരിവരാസന സമയത്ത് സ്ത്രീകൾ നടക്കി നേരെ നിൽക്കാൻ പാടില്ല. അത് ഞാനവിടെ പോയ സമയത്താണ് മനസ്സിലാക്കിയത്. സ്ത്രീകൾ ഒരു ഭാഗത്ത് മാറി ഒതുങ്ങി നിൽക്കും ഹരിവരാസനം കഴിയുന്നവരെ. ഹരിവരാസനം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് സ്ത്രീകൾ വീണ്ടും ദർശനത്തിന് നിൽക്കുള്ളൂ. അതൊന്ന്. അപ്പോൾ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുമ്പോൾ നമുക്കത് അത്ര ഒരു എന്താ പറയുക, അതിശയോക്തിയായിട്ട് ഈ ചാനലുകാർ പറയണതാണ്. അത് അത്ര കാര്യമാക്കണ്ട. പക്ഷേ ക്യൂവിൽ കുട്ടികളും അതുപോലെ തന്നെ അസുഖക്കാരും ഒക്കെ, ഇപ്പം പുരുഷന്മാരായാൽ പോലും അസുഖമുള്ളവർ, വയസ്സായവർ, അതുപോലെ തന്നെ കുട്ടികൾ, സ്ത്രീകളെ തന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. കുട്ടികൾ, വയസ്സായ പുരുഷന്മാർ, അതുപോലെ തന്നെ അസുഖമുള്ള, നിറയെ അസുഖമുള്ള ആൾക്കാർ, വികലാംഗർ ഒക്കെ അങ്ങനെ ക്യൂ നിൽക്കുകയാണ് അല്ലേ, കുറേ നേരം ഭഗവാനെ കാണാൻ വേണ്ടി. പോരാത്തതിന് രാത്രി ഹരിവരാസനം കഴിഞ്ഞ് നട അടയ്ക്കാമെന്നാണ് പറയുക. അപ്പോൾ ആ ഹരിവരാസനം സമയത്ത് എല്ലാവരും പെട്ടെന്ന് ഭഗവാനെ ഒന്ന് ദർശനത്തിന് കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതായിരുന്നു, അയ്യോ നമുക്കിനി ഇന്ന് കാണാൻ സാധിക്കില്ലേ, നമ്മൾ കാണുന്നതിന് മുമ്പ് നട അടയ്ക്കുമോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കണം ആ ഒരു സമയം. അത് വളരെ വലിയൊരു തെറ്റ് തന്നെയാണ്. കാരണം ആ സമയത്ത് ദിലീപ് ദർശനത്തിന് ചെന്നത് തന്നെ തെറ്റ്. പിന്നെ അല്ലെങ്കിൽ പിന്നെ പോലീസുകാർക്കോ അവർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു, ഹരിവരാസനം സമയത്ത് ദർശനം ശരിയില്ല, കാരണം ഇത്രയും പേര്, ഇത്ര വലിയ ജനക്കൂട്ടം ക്യൂ നിൽക്കുകയാണ്, അപ്പോൾ ഈ സമയത്ത് ദർശനം അത്ര ശരിയല്ല എന്ന് അവർക്കും
പറയാമായിരുന്നു. അതുപോലെ തന്നെ ദിലീപാണ് അത് മനസ്സിലാക്കേണ്ടതായിരുന്നത്. കാരണം ഒന്നാമത് വൃശ്ചിക മാസത്തിൻ്റെ തിരക്ക് തുടങ്ങിയിരിക്കുന്ന സമയം, അതുപോലെ തന്നെ ഹരിവരാസനം എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട സമയം, ഇടസമയങ്ങളൊന്നുമല്ല. അപ്പോൾ അത് ദിലീപ് മനസ്സിലാക്കണമായിരുന്നു. അത് മനസ്സിലാക്കാതെ പോയത് തെറ്റ്. പിന്നെ പോലീസുകാർ അവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു. അതും ഒരു വീഴ്ച പറ്റി. കാരണം കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട്, ജനറൽ ക്യൂവേ പാടുള്ളൂ എന്ന്. പക്ഷേ നമുക്ക് ഒന്നും മനസ്സിലാക്കണം, പോലീസുകാരുടെ നിസ്സഹായാവസ്ഥ. കാരണം ദിലീപ് എന്തായാലും വന്ന് പെട്ടിട്ട് ഇവിടെ ഒരു ക്രമസമാധാനം ലംഘനം വരും, അതുപോലെ തന്നെ തിക്കും തിരക്കും ഉന്തും തള്ളും വരുമോ എന്നൊക്കെ പേടിച്ചിട്ട് അവർ വേഗം കയറ്റിവിട്ട് തിരിച്ച് വേഗം ഇറക്കി വിടാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അവർക്ക് അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ആ ഒരു തെറ്റുകൊണ്ട് അവരുടെ തെറ്റാണ് അതെന്ന് പറയാൻ സാധിക്കില്ല. കാരണം അവരും വിചാരിക്കും എത്രയും പെട്ടെന്ന് ഈ ഒരാളെ കയറ്റി വിട്ട് തൊഴിയിച്ച് വേഗം പുറത്തേക്ക് ഇറക്കിയ അത്രയും ആൾക്കാർക്ക് നന്നായില്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും ചെയ്യണത്. കാരണം എന്തായാലും അദ്ദേഹം വന്നു പെട്ടിട്ട് ഭഗവാനെ ദർശിക്കാൻ വന്നു പെട്ട സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിനെ ഒന്ന് ഒഴിവാക്കി വിടാമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരെയും നമ്മളിങ്ങനെ എന്താ പറയുക, കുറ്റം പറയാൻ സാധിക്കില്ലല്ലേ, പാവം അവരൊരു ജീവനക്കാരാണ്. അവർ കടത്തി വിട്ടാലും അവർക്ക് പ്രശ്നമാണ്, കടത്തി വിട്ടില്ലെങ്കിലും അവർക്ക് പ്രശ്നമാണ്, രണ്ടായാലും അവർക്ക് പ്രശ്നമാണ്. അപ്പോൾ ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഇത്ര അധികം കുട്ടിഘോഷിക്കേണ്ട ഒരു സംഗതിയൊന്നുമില്ല. ഇപ്പോൾ ചാനലുകാർ ഇതൊരു എന്താ പറയുക വലിയൊരു സംഭവമായിട്ട് എടുത്തിരിക്കുകയാണ്. ഇതെല്ലാ ദിക്കിലും നടക്കുന്നതാണിത്. ഗുരുവായൂരായാലും അതുപോലെ തന്നെ ഞങ്ങളിതുപോലെ തന്നെ മധുര മീനാക്ഷി ക്ഷേത്രത്തിലൊക്കെ പോയ സമയത്ത്, ശ്രീരംഗം ഒക്കെ പോയ സമയത്ത് അവിടെ എഴുതി വച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട മാസങ്ങൾ, അതുപോലെ പ്രധാനപ്പെട്ട ചില തിഥികൾ, ഇപ്പോൾ ഏകാദശി അങ്ങനെയൊക്കെ പോലെയുള്ള സമയങ്ങൾ. ആ സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് ആ സമയത്ത് വയ്യാത്തവർ, അതുപോലെ തന്നെ ഗർഭിണികൾ, പ്രത്യേകിച്ചും വയസ്സായവർ ഒക്കെ ആ സമയം ദയവ് ചെയ്ത് ഒഴിവാക്കണം എന്ന് പോലും അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ സെലിബ്രിറ്റീസ് ആയാലും, ഇപ്പോൾ എന്താ പറയുക, ദേവസ്വം മന്ത്രിയാണെങ്കിൽ വരണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടത്തിവിടണ്ടേ, അദ്ദേഹത്തെ കടത്തിവിട്ട് നമ്മൾ തൊഴിയിക്കില്ലേ. അപ്പോൾ നമ്മളെ എന്താ പറയുക, ഈ ഇത് ഒന്നും ആ സമയത്ത് ഓർക്കില്ല. ഇപ്പം ഇതെന്തായാലും കോടതിക്ക് ഒരു സംഗതി അറിഞ്ഞ സമയത്ത് അവർക്കത് അന്വേഷിക്കണം, അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കണം, CCTV ദൃശ്യങ്ങൾ കാണണം എന്നൊക്കെ പറയണത് സ്വാഭാവികമാണ്. പക്ഷേ ഇത് ഇത്ര വലിയൊരു സംഗതിയായിട്ട് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ വാർത്തയിലൊക്കെ കാണുമ്പോൾ എന്തോ ഭയങ്കര ഒരു അപരാധം പോലെ കാണുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ എല്ലാ വശത്തു നിന്നും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം സാധാരണ ജനങ്ങളാണ് അവർ, അവരുടെ ആ ഒരു മാനസിക നില, അവർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം, സംസാരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഗതി വരും. അതാണ് പറഞ്ഞത്. ഇത്രയും ഇഷ്ടം പോലെ വേറെ മാസങ്ങളുണ്ടല്ലോ. 1-ാം തീയതി നട തുറക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ദിലീപിനായാലും മറ്റുള്ള സെലിബ്രിറ്റീസിനായാലും ദയവ് ചെയ്ത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ അങ്ങനെയുള്ള സമയത്ത് പോകാൻ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ദിലീപിൻ്റെ കൂടെ 3 പേരുണ്ടായിരുന്നു എന്ന് പറയണു, ഒന്ന് ആലപ്പുഴ ജഡ്ജിയായിരുന്നു എന്ന് പോലും പറയണു. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പാവം ദേവസ്വക്കാരെ നമ്മളും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കടത്തി വിട്ടാലും അവർക്ക് പ്രശ്നമാണ്, കടത്തി വിട്ടില്ലെങ്കിലും അവർക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്താ പറയുക, അവരെ സസ്പെൻഡ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള സംഗതികളിലേക്ക് പോകേണ്ടി വരുമ്പോൾ അത് വളരെ കഷ്ടമാണ്. അതുപോലെ തന്നെ ആ ക്യൂവിൽ നിന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കൂ. അസുഖക്കാരാണെങ്കിൽ അവർ മനസ്സുകൊണ്ട് പോലും ശപിക്കും. ദിലീപല്ല ആരായാൽ പോലും അവർ ഇപ്പം കാണാം ഭഗവാനെ എന്ന് വിചാരിച്ച് നിൽക്കുകയല്ലേ. അതുപോലെ കുട്ടികളായാലും വിചാരിക്കും ഈശ്വര, അപ്പോൾ ഭഗവാനെ കാണുന്ന സമയത്ത് ഇതുപോലെ പ്രസിദ്ധരായവർ വരുമ്പോൾ അവരെ കാണുന്ന സമയത്ത് അവരുടെ ആ മനസ്സിൻ്റെ എത്ര ഇതായാലും നമ്മൾ അത്രയും വലിയൊരു മാനസിക തലത്തിലുള്ളവരൊന്നല്ല അല്ലേ, സാധാരണക്കാരാണ്. അതാ ദിലീപ് പോണു, അതാ ദിലീപ് നിൽക്കണു, എങ്ങനെയൊക്കെ പറഞ്ഞങ്ങാട്ട് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള സമയത്ത് ഇത്തിരി പ്രസിദ്ധിയുള്ളവരും മറ്റുള്ളവരുടെ ഇടയിൽ കൂടുതൽ ഇതുള്ളവരും ഇതുപോലെയുള്ള പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകേണ്ട സമയം ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അപ്പം കുറേ പേരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. അതുമാത്രമേ ഇതിന് പോകാൻ വഴിയുള്ളൂ. അതുകൊണ്ട്
എന്താ പറയുക, ഇത് ഇത്ര വലിയൊരു സംഗതിയൊന്നുമല്ല. അതിപ്പോൾ കോടതിയുടെ ഒരു എന്താ പറയുക കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് അവരത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് തള്ളിപ്പോണ സംഗതിയാണ്. എന്നാൽ പോലും അത് ഇതാണ് സംഗതി. ആരുടെ പേരിലും നമുക്കൊരു തെറ്റ് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ വൃശ്ചിക മാസത്തിൽ ഒന്ന് തൊഴണമെന്ന് ഇപ്പോൾ ദിലീപിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും നമുക്കൊരു തെറ്റ് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ആ സമയത്താണ് തൊഴണമെന്ന് ആഗ്രഹം എന്ന് വെച്ചാലോ. പക്ഷേ പരമാവധി ഇങ്ങനെയുള്ള ഓരോ സമയങ്ങൾ ഒഴിവാക്കി മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത്രയൊക്കെയെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം. ഇപ്പോൾ ബൈ. സ്വാമിയേ ശരണമയ്യപ്പ.